വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം 12 സ്കന്ധം അധ്യായം 4 ശ്ലോകം 29. അതായത് അതിൽ പറഞ്ഞത് ജീവനും, അതായത് അതിൻ്റെ മുമ്പത്തെയും കൂടിയും കൂട്ടുകയാണെന്ന് വെച്ചാലേ പറയാൻ പറ്റുള്ളൂ അത്. അപ്പോൾ ജീവനും ഈശ്വരനും അല്ലെങ്കിൽ ജീവനും ബ്രഹ്മവും ഒന്നാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അജ്ഞാനം കൊണ്ടാണ്. ആ ഭേദം ഇല്ല. ഒന്നല്ല, സോറി കേട്ടോ. ജീവനും ബ്രഹ്മവും ഒന്നല്ല, അല്ലെങ്കിൽ ജീവനും ഈശ്വരനും ഒന്നല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അജ്ഞാനം കൊണ്ട് തോന്നുകയാണ്. ഭേദം ഒരു ഭേദവും ഇല്ല, ഒന്ന് തന്നെയാണ്. ദേഹാഭിമാനമുള്ളിടത്തോളം കാലമാണ് തോന്നുക. അതായത് ഇപ്പോൾ ഒരു നല്ല പണ്ടം പണിയാൻ നല്ല കഴിവുള്ള ഒരാൾ, ഒരു എന്താ പറയുക, ഗോൾഡ് സ്മിത്ത്, എന്തൊക്കെ തരതരത്തിലുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കില്ലേ. അതുപോലെയാണ് ഇന്ദ്രിയജയം വരാത്തവർക്ക് ഭഗവാനെ അറിയില്ല. ആ ഭഗവാനെ ഇന്ദ്രിയജയം ഇന്ദ്രിയങ്ങൾക്ക് അതീതനാണ് ഭഗവാനെ. അപ്പോൾ ഇന്ദ്രിയജയം വരാത്തവർക്ക് അറിയില്ല. അങ്ങനെയുള്ള ലൗകികന്മാരാണ് ഭഗവാന് വിവിധ നാമരൂപങ്ങളൊക്കെ കൊടുക്കണത്. നമ്മളെ കൃഷ്ണൻ്റെ രൂപം, ശിവൻ്റെ രൂപം, അങ്ങനെയൊക്കെ കൊടുക്കണത്. ശരിക്ക് ആ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. എളുപ്പമാവാൻ വേണ്ടിയിട്ടും ഒക്കെ ആൾക്കാർ നൽകുന്ന, ഒരു സ്വർണ്ണപ്പണിക്കാരൻ സ്വർണത്തിന് വിവിധ രൂപങ്ങൾ നൽകുന്ന പോലെ അജ്ഞാനികൾ ബ്രഹ്മത്തിന് വിവിധ രൂപങ്ങൾ നൽകുകയാണ് പറയണം. അതുപോലെ തന്നെ സൂര്യൻ എന്നാണല്ലോ മേഘം ഉണ്ടാവണത്. സൂര്യൻ വെള്ളം വലിച്ചിട്ട് ആ മേഘം നമുക്ക് സൂര്യനെ കാണാൻ കഴിയാത്ത വിധം ആ മേഘം മറയ്ക്കണു. അതുപോലെയാണ് മായ നമ്മളെ മറയ്ക്കണം, നമ്മളെ ആത്മാവിനെ. നോക്കൂ, സൂര്യൻ തന്നെ കാരണമാണ് മേഘം ഉണ്ടാവണം. ആ മേഘം തന്നെ ചിലപ്പോൾ കുറച്ച് നേരത്തേക്ക് സൂര്യനെ മറയ്ക്കും. അതുപോലെ ഭഗവാനിൽ നിന്ന് തന്നെ ഉണ്ടായ മായ ഭഗവാനെ മറക്കുകയാണ്. അപ്പോൾ ബ്രഹ്മത്തിൻ്റെ കാര്യം അങ്ങനെയാണ്. ബ്രഹ്മം കൊണ്ട് പ്രകാശിതമായിട്ടുള്ള ഈ നമ്മുടെ അഹങ്കാരമാണ് ഈ ആത്മസ്വരൂപത്തിനെ അറിയാൻ സമ്മതിക്കാതെ ആവരണമായി നിൽക്കണതേ. അപ്പോൾ ആ അഹങ്കാരം കഴിഞ്ഞാൽ അപ്പോൾ ഇല്ലാണ്ടേ ആയാൽ, ഞാൻ ദേഹാഭിമാനം ഇല്ലാണ്ടേ ആയാൽ അത് ഇല്ലാണ്ടേ പോവും. അതായത് മേഘം മാറിയാൽ നമുക്ക് സൂര്യനെ ശരിക്കും കാണാമല്ലോ. അതുപോലെ നമ്മുടെ ആ ലിമിറ്റേഷനാണ് നമ്മുടെ അഹങ്കാരം. ആത്മാവിന് ഉപാധിയായിട്ടുള്ള അഹങ്കാരമാണ് അത് നമ്മൾ എപ്പോൾ അതിന്ന് ആ അഹങ്കാരമാകുന്ന ആവരണത്തിൽ നിന്ന് പോകണോ അന്ന് ജീവാത്മാവും പരമാത്മാവും ഒന്നായിത്തീരുന്നു എന്നാണ് നമ്മളിപ്പോൾ അതൊക്കെയാണ് ഇനിയും പറയേണ്ടത് തന്നെ. അപ്പം 30 വായിക്കാം. യഥാ ഹിരണ്യം ബഹുധാ സമീയതേ നൃഭിക്രിയാഭിർവ്യവഹാരവത്മസു ഏവം വചോഭിർഭഗവാൻ അഥോക്ഷജോ വ്യാഖ്യായതേ ലൗകിക വൈദികൈർജനൈ. അതന്നെയാണ് 30 പറയണേ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അതന്നെയാണ്. ഒരേ ഇതന്നെ ഇങ്ങനെ വിസ്തരിച്ച് പറയുകയാണ്. അപ്പം ഇതിൽ അതൊക്കെ എന്താ അറിയോ, വ്യവഹാരവത്മസു, വ്യവഹാരത്തിനായിക്കൊണ്ട്, നൃഭി മനുഷ്യരാൽ, ക്രിയാഭി പലതും ഉണ്ടാക്കിയിട്ട്, ഹിരണ്യം സ്വർണം ബഹുപ്രകാരത്തിൽ സമീയത കാണപ്പെടുന്നു. വ്യവഹാരത്തിന് വേണ്ടിയിട്ട് സ്വർണ്ണപ്പണിക്കാരൻ പലതരത്തിലുള്ള ആഭരണങ്ങളാക്കി മാറ്റുന്നു. ഏവം ഇപ്രകാരം അധോക്ഷജ ഭഗവാൻ, ഇന്ദ്രിയങ്ങൾക്ക് അതീതനായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്ത ഭഗവാൻ ലൗകിക വൈദിക ജനൈഹി, ഈ ശാസ്ത്രം പഠിച്ചവരും ലൗകികന്മാരാലും വചോഭി വാക്കുകൾ കൊണ്ട് വ്യാഖ്യായത ബഹുപ്രകാരത്തിൽ പറയപ്പെടുന്നു എന്ന്. അതായത് ഭഗവാനെ ഒരു രൂപം കൊടുക്കുകയാണ്. ഇത് ശരിക്ക് ബ്രഹ്മാണം ഇവിടെ വേറൊന്നുമില്ല. അതായത് പ്രപഞ്ചത്തിലെ വ്യവഹാരത്തിന് ആശ്രയമായിട്ടുള്ളത് ബ്രഹ്മം തന്നെയാണ് എന്ന് പറയുകയാണ്. അതായത് ജനങ്ങൾ സ്വർണ്ണപ്പണിക്കാരെ കണ്ട സ്വർണത്തിനെ പലതരത്തിലുള്ള ആഭരണങ്ങളാക്കി മാറ്റുന്നു അല്ലേ. എന്നിട്ട് അതൊക്കെ അണിഞ്ഞ് നടക്കണു. അതേപോലെ തന്നെയാണ്. അപ്പോൾ ആ നാമരൂപങ്ങളൊക്കെ എന്തിനെ ആശ്രയിച്ചിട്ടാണ്? ആ സ്വർണത്തിനെ ആശ്രയിക്കുകയാണ്. അതുപോലെ സ്വർണ്ണം എല്ലാറ്റിലും ഒരുപോലെയാണ്. അതുപോലെയാണ് ദേഹാഭിമാനികളായിട്ടുള്ള ആൾക്കാർ ഇന്ദ്രിയങ്ങൾക്ക് വിഷയം തന്നെ അല്ലാത്ത ഭഗവാനെ പലവിധ നാമരൂപങ്ങളിൽ പറയുകയാണ്. ഈ കാണുന്നതൊക്കെ ആ ബ്രഹ്മത്തിൻ്റെ നാമരൂപങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞു. ഇനി അതായത് ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നും
ഉറപ്പിച്ച് കൊണ്ടുവരികയാണ്. യഥാ ഹിരണ്യം ബഹുധാ സമീയതേ നിർഭിക്രിയാഭിർവ്യവഹാരവത്മസു ഏവം വചോഭിർഭഗവാൻ അഥോക്ഷജോ വ്യാഖ്യായതേ ലൗകിക വൈദികേർജനൈ. ഇനിയാണ് മേഘത്തിൻ്റെ കാര്യം പറയുന്നു. അത് മുമ്പേം പറഞ്ഞുല്ലോ. യഥാ ഖനോർക്ക പ്രഭവോർക്ക ദർശിതോ ഹ്യർക്കാംശഭൂതസ്യ ചക്ഷുഷസ്തമഃ ഏവം ത്വഹം ബ്രഹ്മഗുണസ്തദീക്ഷിതോ ബ്രഹ്മാംശകസ്യാത്മന ആത്മബന്ധനഃ. യഥാ ഏതു പ്രകാരം അർക്കപ്രഭവ സൂര്യനിൽ നിന്ന് തന്നെ ഉണ്ടായതും അർക്കദർശിത സൂര്യനാൽ പ്രകാശിക്കപ്പെടുന്നതും. സൂര്യനില്ലെങ്കിൽ മേഘം കാണൂല്ലല്ലോ. സൂര്യനുണ്ടാവണതാണ് മേഘം. സൂര്യനില്ലെങ്കിൽ കാണൂല്ല അല്ലേ? ഇക്പുരാകുട്ടിട്ടത്തെ ഘനഹ മേഘം അർക്കാംശഭൂതസ്യ സൂര്യൻ്റെ തന്നെ അംശമായിരിക്കുന്ന ചക്ഷുഷ കണ്ണിൻ്റെ തമഹ ആവരണമായിരിക്കുന്നുവോ. സൂര്യനെ മറക്കണു നമ്മുടെ കണ്ണിന്ന്. ഏവം ഇപ്രകാരം ബ്രഹ്മഗുണ ബ്രഹ്മത്തിൻ്റെ ഗുണമായും തദീക്ഷിത ബ്രഹ്മത്താൽ തന്നെ പ്രകാശിക്കപ്പെടുന്നതുമായിരിക്കുന്ന ആ അഹങ്കാരം ബ്രഹ്മാംശകസ്യ ബ്രഹ്മത്തിൻ്റെ അംശമായിരിക്കുന്ന ആത്മന ആത്മാവിന് ആത്മബന്ധന ആത്മസ്വരൂപമായ ബ്രഹ്മത്തെ മറയ്ക്കുന്നു. അത് ശരിക്കും അതുതന്നെയാണ്. അത് നല്ല ഉദാഹരണമാണ് സൂര്യൻ്റെ. എന്തായതോ സൂര്യനിൽ നിന്നുണ്ടായതും സൂര്യനാൽ തന്നെ പ്രകാശിപ്പിക്കപ്പെടുന്നതുമായ മേഘം സൂര്യൻ്റെ അംശമായിട്ടുള്ള കണ്ണിന് സൂര്യനെ കാണാൻ കഴിയാത്ത പോലെ മറച്ചു നിൽക്കുന്നു ഇല്ലേ? മേഘം ചില സമയത്ത് ഒട്ടും സൂര്യനെ കാണാത്ത വിധം മറയ്ക്കും. അതേപോലെയാണ് സൂര്യൻ നിന്ന് ഉണ്ടായതാണ് മേഘം. സൂര്യൻ ഇല്ലെങ്കിൽ മേഘത്തിനെ പോലും കാണൂല്ല, നമ്മുടെ കണ്ണും കാണില്ല സൂര്യൻ ഇല്ലെങ്കിൽ. അങ്ങനെയൊക്കെ ആയിട്ടും ആ സൂര്യൻ തന്നെ ആശ്രയം നമുക്ക് കാണണേനെ. സൂര്യൻ തന്നെ ആശ്രയം, മേഘത്തിൻ്റെ ആശ്രയവും. അങ്ങനെ ആശ്രയമായിട്ടുള്ള ആ സൂര്യനെ മേഘം കുറച്ച് നേരം മറച്ചിട്ട് ആവരണമായി നിൽക്കുന്നു. മാറിക്കഴിഞ്ഞാൽ ആദ്യം കാണും. അതുപോലെയാണ് ബ്രഹ്മത്തിൻ്റെ കാര്യവും. എന്താ വെച്ചാൽ ബ്രഹ്മത്താൽ പ്രകാശിതമാണ് നമ്മുടെ അഹങ്കാരം. ഞാൻ എന്ന ആ ബോധം ബ്രഹ്മമില്ലെങ്കിൽ ഇല്ല. മരിച്ചു കിടക്കുന്ന ആളൊക്കെ ഞാനില്ലല്ലോ. അപ്പോൾ ബ്രഹ്മത്താൽ പ്രകാശിതമായിട്ടുള്ള അഹങ്കാരം ബ്രഹ്മത്തിൻ്റെ അംശം തന്നെയായിട്ടുള്ള ഈ ജീവന് ആത്മസ്വരൂപത്തെ കാണാൻ സമ്മതിക്കാതെ ആവരണമായിട്ട് നിൽക്കുകയാണ്. ഏത്? ഈ ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായ ഈ ജഗത്ത്, ബ്രഹ്മത്താൽ പ്രകാശിതമായിട്ടുള്ള അഹങ്കാരം, അതാണ് അത്ഭുതേ. അതായത് ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് ജഗത്ത് ഉണ്ടായത്. ബ്രഹ്മം കൊണ്ട് തന്നെയാണ് നമ്മുടെ അഹങ്കാരം പ്രകാശിക്കുന്നത്. ആ അഹങ്കാരമാണ് എന്ത്? ഈ ആത്മസ്വരൂപത്തെ അറിയാൻ സമ്മതിക്കാതെ ആവരണമായിട്ട് നിൽക്കുകയാണ് ആ അഹങ്കാരം. അപ്പോൾ അതേപോലെയാണ് സൂര്യൻ്റെ മേലിൽ നിന്നുണ്ടായതാണ് പറഞ്ഞൂലേ. ആ പിന്നെ എന്താണ് മേഘം നീങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെയാണ്. അപ്പോൾ അഹങ്കാരം നമ്മളുടെ ഒരു ലിമിറ്റേഷനാണ്. ആ അഹങ്കാരം മാറിയാൽ ബ്രഹ്മം മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ വേറെ ഒന്നുമില്ല എന്ന്. അഹങ്കാരം ഉള്ളിടത്തോളം കാലം ഈ കുടത്തിൻ്റെ കാര്യവും പറഞ്ഞുവല്ലോ. സെയിം തിങ് തന്നെയാണല്ലോ. കുടത്തിൻ്റെ ഉള്ളിൽ ആകാശവും പുറത്തെ ആകാശവും ശരിക്കും ഒന്നാണ്. കുടം പൊട്ടിയാൽ അകത്തെ സ്പേസ് പുറത്തെ സ്പേസായിട്ട് ജോയിൻ ചെയ്യും. പക്ഷേ പൊട്ടാത്തോടത്തോളം കാലം നമുക്കത് വേറെയാണ് തോന്നും. കാരണം ആ ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് അതേപോലെയാണ് അഹങ്കാരം ഉപാധിയാണ്. എപ്പോൾ നമുക്ക് ആ ദേഹാഭിമാനം ഇല്ലാതെ ആവണോ അന്ന് നമ്മൾ ജീവൻ ഈശ്വരനാവും. യഥാ ഹിരണ്യം ബഹുധാ യഥാ ഖനോർക്ക പ്രഭവോർക്ക ദർശിതോ ഹ്യർക്കാംശഭൂതസ്യ ചക്ഷുഷസ്തമഃ ഏവം ത്വഹം ബ്രഹ്മഗുണസ്തദീക്ഷിതോ ബ്രഹ്മാംശകസ്യാത്മന ആത്മബന്ധനാം. എത്ര നല്ലതല്ലേ അതാ ശരിക്കും. സൂര്യൻ നിന്ന് ഉണ്ടാവണതാണ്, സൂര്യനാൽ പ്രകാശിക്കപ്പെട്ടതാണ് മേഘം. എങ്ങനെ സൂര്യൻ്റെ അംശമായിട്ടുള്ള കണ്ണിന് കാണാൻ സമ്മതിക്കാതിരിക്കുന്നു, അതുപോലെ ബ്രഹ്മത്തിൻ്റെ കാര്യവും ബ്രഹ്മത്താൽ തന്നെ പ്രകാശിക്കപ്പെട്ടതുമായി ഈ അഹങ്കാരം ഈ ബ്രഹ്മത്തിൻ്റെ അംശമായ ജീവന് സ്വന്തം സ്വരൂപത്തെ കാണാൻ ഒരു എന്താ പറയുക, ഒരു പ്രതിബന്ധമായിട്ട് നിൽക്കണു അല്ലേ. ഇനി 33
ഖനോ യദാർക്കപ്രഭവോ വിദീര്യതേ ചക്ഷുസ്വരൂപം രവിമീക്ഷിതേ തദാ യദാ ഹ്യഹങ്കാര ഉപാധിരാത്മനാ ജിജ്ഞാസയാ നശ്യതി തർഹ്യനുസ്മരത്. അത് 32 അല്ലേ? അതെ. അർക്കപ്രഭവ ഖന, സൂര്യനിൽ നിന്ന് ഉത്ഭവിച്ച മേഘം യഥാ വിദീര്യതയെ, എപ്പോൾ വിതാരണം ചെയ്യപ്പെടുന്നുവോ അപ്പോൾ ചക്ഷു നേത്രം സ്വരൂപം രവിം, സ്വരൂപമായ സൂര്യനെ ഈക്ഷതയെ കാണുന്നു. ആത്മനഃ ഉപാധി, ആത്മാവിൻ്റെ ഉപാധിയായ അഹങ്കാരം ആത്മന ജിജ്ഞാസയ, ആത്മാവിനെ അറിയണമെന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ പോയാൽ യഥാ നശ്യതി. അപ്പം നമുക്ക് ആത്മാവാണ്, ആത്മാവ് എന്താണെന്ന് അറിയണമെന്ന് പറയുമ്പോൾ തർഹി, അപ്പോൾ അനുസ്മരിക്കും. അതായത് അഹങ്കാരം നശിച്ചാൽ നമുക്ക് ആത്മസാക്ഷാത്കാരം ഉണ്ടാവും. അതന്നെ ഒന്നും കൂടിയും പറയാൻ കേട്ടോ. എന്താണ് പറയണത്? ഖനോ യഥാർക്ക പ്രഭവോ, അതായത് പിന്നെ ഈ സൂര്യനിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന മേഘം എപ്പോഴാണ് കാറ്റ് വന്നിട്ടോ എങ്ങനെയെങ്കിലും മാറിപ്പോണത്, അപ്പം നമുക്ക് അസലായിട്ട് സൂര്യനെ കാണാൻ പറ്റും ഇല്ലേ? സൂര്യനെ മറച്ചിരുന്ന മേഘം ഛിന്ന ഭിന്നമായിട്ട് കുറച്ചപ്പുറത്തേക്കൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് സൂര്യനെ കാണാം. എങ്ങനെയാണ് മുമ്പ് കാണാതിരുന്ന സൂര്യനെ മേഘം അവിടുന്ന് മുറിഞ്ഞു പോയാൽ എങ്ങനെയാണ് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത്? അതുപോലെയാണ് ഈ ആത്മാവിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ടുള്ള ഈ അഹങ്കാരം. എപ്പോഴാണ് നമ്മൾ തത്വവിചാരം കൊണ്ട് ആ അഹങ്കാരത്തെ നശിപ്പിക്കണേ? എപ്പോഴാണ് ആത്മാവിൻ്റെ ലിമിറ്റേഷനായിട്ടുള്ള ഈ അഹങ്കാരം, അല്ലെങ്കിൽ ആ വായു, നമ്മൾ കുടത്തിൻ്റെ ഉള്ളിൽ ആ കുടത്തിൻ്റെ വാൾസ് ഉണ്ടല്ലോ, അതാണ് ഉപാധി. അതുപോലെ എപ്പോഴാണ് ഈ ആത്മാവിൻ്റെ ഉപാധിയായിട്ടുള്ള ലിമിറ്റേഷനായിട്ടുള്ള അഹങ്കാരം നമ്മൾ തത്വവിചാരം കൊണ്ട് ഇല്ലാതെ ആക്കുന്നത്, അഹങ്കാരത്തിനെ ശമിപ്പിക്കുന്നത്, അപ്പോൾ നമ്മൾക്ക് ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നു. അതാണ് പറഞ്ഞത്. ഖനോ യഥാർക്കപ്രഭവോ വിദീര്യതേ ചക്ഷുസ്വരൂപം രവിമീക്ഷതേ തദാ യഥാ ഹ്യഹങ്കാര ഉപാധിരാത്മനോ ജിജ്ഞാസയാ നശ്യതി തർഹ്യനുസ്മരേത്. 33. യദൈവമേതേന വിവേകഹേതിനാ മായാമയാഹങ്കരണാത്മബന്ധനം ഛിത്വാച്യുതാത്മാനുഭവോവതിഷ്ഠതേ തമാഹുരാത്യന്തികമംഗസംപ്ലവം. ഏതേന വിവേകഹേതിന, ഈ വിവേകമാകുന്ന അമ്പിനാൽ, അതായത് ഇങ്ങനത്തെ ഒരു വിവേകം, അതായത് തത്വവിചാരം ചെയ്തിട്ടേ മായാമയ അഹങ്കരണ ആത്മബന്ധനം, മായ സ്വരൂപമായ അഹങ്കാരമാകുന്ന ഈ ആത്മാവിൻ്റെ ലിമിറ്റേഷനെ, ഉപാധിയെ ഛിത്വ മുറിച്ചിട്ട് അച്യുതാത്മാനുഭവ, അതായത് ആത്മസാക്ഷാത്കാരം, ഞാൻ അച്യുതൻ തന്നെയാണെന്നുള്ള അനുഭവം യഥാ അവതിഷ്ഠത, എപ്പോൾ ഉണ്ടാവുന്നുവോ അംഗ, ഹേ പരീക്ഷിത് മഹാരാജാവേ, തം അതിനെ ആത്യന്തികം സംപ്ലവം, അതിനെയാണ് നമ്മൾ ആത്യന്തിക പ്രളയം എന്ന് പറയുന്നത്. അതായത് ഒരിക്കലും പിന്നെ ആ പുനർഭവമാണ്, ഒരിക്കലും തിരിച്ചു വരണ്ട. അങ്ങനെ നമുക്ക് അഹങ്കാരം നശിച്ച് നമുക്ക് ആത്മസാക്ഷാത്കാരം കിട്ടിയാൽ നിത്യാനന്ദമാണ് നമുക്ക് എന്ന് പറയുന്നു. അതാണ് നമുക്കിതിൽ അതാണ് ആത്യന്തിക പ്രളയം. അപ്പോൾ എന്താ പറഞ്ഞ വെച്ചാൽ സൂര്യൻ്റെ നിന്ന് ഉത്ഭവിച്ച മേഘത്തെ എങ്ങനെയാണ് മേഘം നീങ്ങുമ്പോൾ കണ്ണിന് കാണാൻ സാധിക്കുന്നത്, അതുപോലെ ഈ ആത്മാവിൻ്റെ ഉപാധിയായിട്ടുള്ള ഈ അഹങ്കാരം തത്വവിചാരം കൊണ്ട് എപ്പോഴാണ് നശിക്കണത്, അപ്പോൾ ഈ ജീവൻ ആത്മാവിനെ കാണുന്നു, ആത്മാവിനെ ആയിത്തീരുന്നു. ഇങ്ങനെ തത്വവിചാരം കൊണ്ട് മായാമയവും അഹങ്കാരസ്വരൂപവുമായ ഈ ആത്മാവിൻ്റെ ഉപാധിയെ ലിമിറ്റേഷനെ പിന്നെ തത്വവിചാരം കൊണ്ട് എന്താ പറയുക, മറവിനെ മറികടന്ന് നമ്മൾ ആ ആത്മാവിനെ കണ്ട ആത്മാവ് തന്നെ ആയിത്തീരുന്ന ആ അവസ്ഥയ്ക്കാണ് നമ്മൾ ആത്യന്തിക പ്രളയം എന്ന് പറയുന്നത്. അതായത് അൾട്ടിമേറ്റ് ഡിസൊല്യൂഷനാണ്. മറ്റേ പ്രാകൃത പ്രളയം ബ്രഹ്മാവ്
ൻ്റെ ആയുസ് കഴിഞ്ഞു, ഇനി ഭഗവാന് ലീലകളാടണം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ലീലകളാടണമെന്ന് വെച്ചാൽ വേറൊരു ബ്രഹ്മാവ് വരും, എന്നിട്ട് ആദ്യം ഇത് തുടരും. അപ്പം അത് ആത്യന്തികമല്ല, അൾട്ടിമേറ്റ് അല്ല. നമ്മളുടെ ആത്മസാക്ഷാത്കാരമാണ് ഇവിടെ ആത്യന്തിക പ്രളയം എന്ന വാക്കുകൊണ്ട് പറഞ്ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരിക്കലും തിരിച്ചു വരാണ്ടാത്ത അവസ്ഥയാണ്, അതാണ് ആത്യന്തികം. അതായത് അതിനാണ് ആത്യന്തിക പ്രളയം എന്ന് പറയുന്നത്. അതായത് ഈ അഹങ്കാരമാകുന്ന നമ്മുടെ ആ ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഉപാധിയെ മുറിച്ച് കളഞ്ഞ് നമ്മൾ ആത്മഭാവം കൈക്കൊണ്ടുകൊണ്ട് നമ്മൾ സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ അവസ്ഥയെ ആണ് ആത്യന്തിക പ്രളയം എന്ന് പറയണം, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഡിസൊല്യൂഷൻ. എന്താ കാരണം വെച്ചാൽ പിന്നെ ഒരിക്കലും നമുക്ക് ഈ ജനനമരണ ചക്രത്തിൽ വരണ്ട, സുഖദുഃഖങ്ങൾക്കൊക്കെ അതീതമായിട്ട് സച്ചിദാനന്ദ സ്വരൂപം തന്നെയായി നമ്മൾ വാഴുകയാണ് എപ്പോഴും. അതുകൊണ്ടാണ് അത് ആത്യന്തിക പ്രളയം എന്ന് പറഞ്ഞത്. അപ്പോൾ സത്യം പറഞ്ഞു വെച്ചാൽ ആത്യന്തിക പ്രളയം എന്ന് പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരമാണ്. അൾട്ടിമേറ്റ് ഡിസൊല്യൂഷൻ എന്താണ്? ആത്മസാക്ഷാത്കാരം. എല്ലാ രാത്രിയും നമ്മൾക്ക് ഉറക്കമുണ്ടല്ലേ, ഉറങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു സുഖമൊക്കെ ഉണ്ടല്ലേ, പക്ഷെ ഉണരുമല്ലോ, അജ്ഞാനം നീങ്ങിയിട്ടില്ല. പക്ഷെ അജ്ഞാനം നീങ്ങിയാൽ നമുക്ക് നിത്യമായിട്ടുള്ള ആനന്ദമാണ്, അതാണ് ഇറ്റേണൽ ബ്ലിസ്. ഈ ആത്യന്തിക പ്രളയം എന്ന് പറയണതാണ് എന്താ, ഇറ്റേണൽ ബ്ലിസ്, അൾട്ടിമേറ്റ് ഡിസൊല്യൂഷനാണ് കേട്ടോ. അപ്പം അത് പറഞ്ഞു ആത്യന്തിക പ്രളയം. യദൈവമേതേന വിവേകഹേദിന മായാമയ ആഹങ്കരനാത്മബന്ധനം, ആ മായാമയമായിട്ടുള്ള അഹങ്കാരബന്ധത്തിനെയും ഛേദിച്ചിട്ട് ആത്മാവതിനെ ആയിത്തീരുകയാണ്. അതാണ് ആത്യന്തിക പ്രളയം. അതായത് ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയണത്. ചിത്വാച്യുത ആത്മാനുഭവോപതിഷ്ഠതേ, അങ്ങനെ ആ ആത്മസ്വരൂപത്തിൽ വർത്തിക്കുന്ന അവസ്ഥയാണ് ഏത്? ആത്യന്തിക പ്രളയം. തമാഹുരാത്യന്തികമംഗസംപ്ലവം. ഇനി 34. നിത്യത സർവഭൂതാനാം ബ്രഹ്മാദീനാം പരന്തപ ഉത്പത്തി പ്രളയാവേഗേ സൂക്ഷ്മജ്ഞാഃ സംപ്രചക്ഷതേ. ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള സർവഭൂതങ്ങൾക്കും നിത്യത എപ്പോഴും ഉത്പത്തി പ്രളയങ്ങളെ ഏകേ സൂക്ഷ്മജ്ഞാഃ, ചില സൂക്ഷ്മജ്ഞന്മാർ സംപ്രചക്ഷതേ പറയുന്നു. എന്താണ് പറഞ്ഞ വെച്ചാൽ ബ്രഹ്മാവ് തൊട്ടുള്ള എല്ലാ ഭൂതങ്ങൾക്കും എപ്പോഴും ഈ ഉത്ഭവവും പ്രളയവും ഉള്ളതായിട്ട് എല്ലാവരും പറയുന്നു. അതായത് കാലത്തിൻ്റെ പ്രവാഹം കൊണ്ട് ഉണ്ടാവണു, സ്ഥിതി ചെയ്യണു, ക്ഷയിക്കണു അല്ലേ? അതാണ് അപ്പോൾ ഇതിൽ പറഞ്ഞത്. അതായത് ഇനി ഇപ്പം നമ്മൾ ആത്യന്തിക പ്രളയം അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഡിസൊല്യൂഷൻ പറഞ്ഞുവല്ലോ. ഇനി എന്താ പറയണോ, നിത്യപ്രളയം എന്താണ്, നിത്യമുള്ള പ്രളയം എന്താണ്? അപ്പോൾ അതാണ് ഇനി ഇതിൽ പറയണത്. നിത്യത സർവഭൂതാന, അതായത് നമ്മുടെ ഈ മനസ്സിൻ്റെ ശത്രുക്കളെയൊക്കെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലാണത്. ഏതായാലും ഇതിലെന്താ പറയുക വെച്ചാൽ നിത്യപ്രളയം എന്താണെന്ന് പറയാണ്. രാജാവേ, ഈ പരമമായിട്ടുള്ള തത്വത്തെ അറിയുന്ന ചിലർ ബ്രഹ്മാവ് മുതൽക്കുള്ള സർവഭൂതങ്ങൾക്കും എപ്പോഴും ഉദ്ഭവവും നാശവും ഉണ്ടെന്ന് പറയുന്നു. അതായത് നമ്മൾക്ക് എല്ലാവർക്കും, മനുഷ്യന്മാർക്കൊക്കെ നമുക്കറിയാമല്ലോ, ബ്രഹ്മാവിൻ്റെ പക്ഷെ വലിയ ആയസമുകൊണ്ട് നമ്മൾ കാണില്ല. മനുഷ്യന്മാർക്കും മറ്റേ ജീവികൾക്കൊക്കെ നമ്മൾ ജനിക്കണതും കുറച്ച് കാലം ഇരിക്കണതും മരിക്കണതും കാണാം. മനുഷ്യരിലപ്പോൾ നോക്കൂ, ഇപ്പം ഈ എന്താണ് നമ്മളെ ഈയാമ്പാറ്റ എന്നൊക്കെ പറഞ്ഞില്ലേ, ഈയാമ്പാറ്റയൊക്കെ മണ്ണിൽ നിന്ന് ഇങ്ങനെ വരണത് നമ്മൾ കാണും. എന്നിട്ടൊരു തീ ഉണ്ടെങ്കിൽ ആ തീയിൽ പോയി ചാവണം. അത്ര കുറച്ച് കാലമേ ഉള്ളൂ ജീവിക്കുന്നുള്ളൂ. അപ്പോൾ പല ജീവികൾക്കും വളരെ കുറച്ച് നേരമേ ഉള്ളൂ, വളരെ ക്ഷണമാണ്. നമ്മുടെ ആയുസ് നോക്കുമ്പോൾ തന്നെ വളരെ ക്ഷണഭങ്കുരാണ് അല്ലേ? ചിലതിന് കുറച്ച് അധികം ആയുസുണ്ട് ചില ജന്തുക്കൾ. ഇപ്പോൾ പൂച്ച, പട്ടി അങ്ങനത്തേനൊക്കെ നമ്മളെക്കാൾ കുറവല്ലേ? 15, 12, പൂച്ചയ്ക്ക് 12 എന്നൊക്കെ പറയുന്നതുകൊണ്ട് പട്ടിക്കൊരു 20, മാക്സിമം 20 അത്രയൊക്കെയല്ലേ ഉള്ളൂ. ആനയ്ക്കാച്ച കുറച്ചും കൂടി ഉണ്ട്, ആമയ്ക്കാച്ച അനവധി ഉണ്ട്. മനുഷ്യർക്ക് 100 എന്നാ പറയുക, 100 വരെ ഒന്നും എല്ലാവരും ഇരിക്കില്ല. അപ്പോൾ ബ്രഹ്മാവിനും അതെ, ഒരു ഉൽപ്പത്തിയുണ്ട്, സ്ഥിതിയുണ്ട്, നാശമുണ്ട്.
അതിനെയാണ് നിത്യപ്രളയം എന്ന് പറയുന്നത് എന്നാണ് ഇതിൽ പറഞ്ഞത്. അതായത് ബ്രഹ്മാദി സർവഭൂതങ്ങൾക്കും സദാ ഈ നിത്യപ്രളയങ്ങൾ ഉള്ളതായിട്ട് എല്ലാവരും പറയണു. അതായത് എപ്പോഴും ഇങ്ങനെ സർവ്വതാ ഉണ്ടാവുക, പിന്നെ കുറച്ച് കാലം വലുതാവുക, പരിണാമം, പിന്നെ ക്ഷയിക്കുക. അതായത് ഈ പരിണാമ ദശകൾ എല്ലാവർക്കും ഉണ്ട്. ആർക്കാ? ബ്രഹ്മാവോ തൊട്ടുള്ളത്. നമുക്കൊക്കെ അങ്ങനെയല്ലേ? ജനിച്ചു, പിന്നെ ബാല്യം, യൗവനം, മധ്യവയസ്സ്, വാർദ്ധക്യം, അല്ലേ? ഇങ്ങനെയുള്ള ഇതിനെ ആണ് എന്ത് പറയുക നമ്മൾ, പിന്നെ നിത്യപ്രളയം എന്ന് പറയണത് എന്നാണ് ഇതിൽ പറഞ്ഞത്. ഇനി 35 നോക്കാം കേട്ടോ. ഇതൊക്കെ വളരെ വലിയ തത്വമാണ്. ഇനി 35. കാലസ്രോതോജവേനാശു ഹ്രിയമാണസ്യ നിത്യത പരിണാമിനാമവസ്ഥാസ്താ ജന്മപ്രളയഹേതവ. കാലസ്രോതോജവേന, ആ കാലമാകുന്ന ഒഴുക്കിൻ്റെ വേഗത്താൽ, നിത്യത ഹ്രിയമാണസ്യ, എപ്പോഴും സംഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, താഹ അവസ്ഥ, അതാത് അവസ്ഥകൾ, പരിണാമങ്ങളുണ്ടല്ലോ, ചേഞ്ചും ഉണ്ടല്ലോ. ചെറിയ കുട്ടി കുറച്ചുകൂടി വലുതായി അങ്ങനെയൊക്കെ ചേഞ്ചസും ഉണ്ട്. ജന്മപ്രളയഹേതവ, ഉത്പത്തിനാശങ്ങളെ അറിയിക്കുന്നവയാകുന്നു. എന്താണ് പറഞ്ഞു വെച്ചാൽ, ഈ ദേഹത്തിൻ്റെ ബാല്യം, യൗവനം ഉള്ള വ്യവസ്ഥകളൊക്കെ ശരിക്ക് പറയാച്ചാൽ ഇതൊക്കെ നിത്യപ്രളയത്തിൻ്റെ, അതായത് ഒന്നും ശാശ്വതമല്ല എന്ന് സൂചിപ്പിക്കുന്നതായി ആണെന്ന്. അതായത് എപ്പോഴും ഉണ്ടാവുക, കുറച്ച് മാറ്റങ്ങൾ വരിക. ഇപ്പം നമുക്ക് നമ്മുടെ തന്നെ എടുത്താൽ നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണം, ചെറിയ കുട്ടിയായി ജനിക്കും, അല്ലേ? അച്ഛനമ്മമാർ വളർത്തി കുറച്ച് വലുതായി, അപ്പോൾ കുറേശ്ശെ തന്നെ കാര്യം ചെയ്യും. അത് കഴിഞ്ഞ് ഒരു ശിശു എന്നുള്ളതെന്ന് ഒരു കൗമാരത്തിലേക്ക് വരും പതുക്കെ. പിന്നെ യൗവനാവും, അത് കഴിഞ്ഞാൽ മധ്യവയസ്സാവും, അത് കഴിഞ്ഞാൽ അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവുക, നെക്സ്റ്റ് ജനറേഷനൊക്കെ ഉണ്ടാക്കും, സൃഷ്ടി, അല്ലേ? പിന്നെയും ഇതുപോലെ പിന്നെ ആ സൃഷ്ടി, നമ്മുടെ സൃഷ്ടിയൊക്കെ കഴിഞ്ഞ് കുട്ടികളെ വലുതാക്കളൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് പരിണാമം വന്ന് നമ്മൾക്ക് മധ്യവയസ്സാവും, കുറച്ച് കഴിഞ്ഞാൽ വൃദ്ധനാവും, ജരാനരകളാൽ പീഡിതരായി അവസാനം ഈ ബോഡി ഉപേക്ഷിച്ച് പോവുകയും ചെയ്യും. ഇത് കാണുന്നതാണല്ലോ. അപ്പോൾ ഇത് ശരിക്കും പറയാച്ചാൽ ഈ നിരന്തരമായ പിന്നെ ജന്മവും ലയവും, അല്ലേ? അല്ലെങ്കിൽ ഉത്പത്തിയും ലയവും നിരന്തരമായിട്ട് കാണിക്കുന്നുണ്ട്, ഇല്ലേ? അതായത് കാലസ്വരൂപൻ നമ്മളെ എല്ലാം ഇതുപോലെ ജനിക്കുക, മരിക്കുക, അല്ലെങ്കിൽ ഉൽപ്പത്തി നാശം കാണുന്നുണ്ടെന്ന് പറയുകയാണ്, അല്ലേ? അതാണ് പറഞ്ഞത്. നിത്യമുണ്ട് ഈ ശരീരങ്ങൾക്ക് ഉൽപ്പത്തി നാശം. എന്താ അത് ഉണ്ടെന്ന് പറയാൻ കാരണം വെച്ചാൽ, നമുക്ക് ഏതൊരു വസ്തുവിനെയാണ്, നമ്മൾ എന്ത് സാധനമാണെങ്കിലും അത് ജനിക്കണു, അത് കഴിഞ്ഞ് നമ്മൾ ആ സാധനമാണെങ്കിലും അതെ, സാധനങ്ങളും അതെ, അല്ലേ? ഉണ്ടാവണു, നഷ്ടപ്പെട്ട് നമ്മൾ വലിച്ചിടണു, കളയണു, കാണാനില്ലാണ്ടാവണു. ദേഹമാണെങ്കിലും അതെ. ഇപ്പോൾ ഒരു എണ്ണ, അല്ല എന്താ പറയുക, നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു വിളക്ക് കത്തിച്ചാൽ എണ്ണ, ആ വിളക്ക് കുറേ നേരം കത്തും. അത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? എണ്ണ കഴിഞ്ഞാൽ എണ്ണയും കഴിയും, ആ തിരിയും കഴിയും, മുഴുവൻ നശിക്കും, ഇല്ലേ? ഇതുപോലെ തന്നെയാണ് ഒരു നദിയുടെ പ്രവാഹവും. ആ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കുറേശ്ശെ ചെറുതായിട്ട് ആ മലയിൽ നിന്ന് ഇങ്ങോട്ട്, പിന്നെ പർവ്വതത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് അതിൻ്റെ ശക്തി കൂടും, ഒഴുകും, വർദ്ധിക്കും. അത് കഴിഞ്ഞാൽ അവസാനം ക്ഷയിക്കും, എന്നിട്ട് ഈ സമുദ്രത്തിൽ ചേരും, അല്ലേ? അല്ലെങ്കിൽ വറ്റിപ്പോവുക, എന്താ വെച്ചാൽ ചെയ്യും. അപ്പോൾ എല്ലാറ്റിനും വൃദ്ധിയും ക്ഷയമുണ്ട്. വൃദ്ധി ക്ഷയം, അതായത് ഉൽപ്പത്തി വൃദ്ധി ക്ഷയം എല്ലാറ്റിനും ഉണ്ടെന്ന് പറയുകയാണ്. അതായത് പരിണാമം. അപ്പോൾ അവയ്ക്കൊക്കെ എല്ലാറ്റിനും ഒരു തുടക്കവും ഒരു മധ്യവും ഒരു അന്തമുണ്ട്. അത് നിത്യമുള്ളതാണെന്ന്. ഇനി അത് നമുക്ക് 4 പുറം നോക്കിയാൽ മനസ്സിലാവും അത് പെർമനൻ്റ് അല്ലാന്ന്. അതാണ് പറഞ്ഞു കൊണ്ടുവരുന്നത്. കാലസ്രോതോജവേനാശൂഹ്രിയമാണസ്യ നിത്യത പരിണാമിനാം അവസ്ഥാത ജന്മപ്രളയ ഹേതവ. അതാണ് പറഞ്ഞത്. ഈ അവസ്ഥാഭേദങ്ങളൊക്കെ നമുക്ക്
പിന്നെ ഈ നദി ഇതുപോലെ വൃദ്ധിക്ഷയങ്ങൾ അവയുടെ നിരന്തരമായ ഉത്പത്തി പ്രളയങ്ങളെ കാണിക്കുന്നു. ഇനി ഒന്നും കൂടി ചെയ്യാൻ സമയമുണ്ടോ നോക്കട്ടെ കേട്ടോ. എത്രാമത്തെയാണ്? വേണ്ട, കഴിഞ്ഞു, അത്ര മതി. അപ്പോൾ 35 കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നിവിടെ നിർത്താം. നാളെ 36 ചെയ്യാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.